എടാ ചോദിച്ചു കേട്ടില്ലേ, കഴിഞ്ഞ ഒരാഴ്ച നീ എവിടെയായിരുന്നു? ഞങ്ങൾ ആരെങ്കിലും 10 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ എന്തായിരുന്നു നിന്റെ ബഹളം? ഡെഡിക്കേഷൻ ഇല്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്നിട്ട് ഇപ്പൊ ഇതാണോ നിന്റെ ഡെഡിക്കേഷൻ? ഇനി അന്വേഷിക്കാനും വിളിക്കാനും ഒരിടവും ബാക്കിയില്ല. എവിടേക്കായിരുന്നാലും പറഞ്ഞിട്ട് പോരുതോ. മറ്റുള്ളവർ അനുഭവിച്ച ടെൻഷൻ. ശിവ ശിവ. എടാ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു പേരുണ്ട് നമുക്ക്. അത് ഈ കായലിൽ കലക്കി കളയരുത്. ഞാൻ വെറുതെ അത് വെറുതെ ഒന്നുമല്ല, വേറെന്തോ ഉണ്ട്. അതെ, ഒന്നുമില്ല. കൂട്ടുകാരോട് കള്ളം പറയരുത്. നീ വേറെ എന്തോ ഒളിക്കുന്നുണ്ട്. ലീവ് ഇറ്റ്. പറഞ്ഞ സമയത്തിനുള്ളിൽ സോങ്സ് തീർത്തില്ലെങ്കിൽ പിന്നെ ഡൊമിനിക് അച്ഛൻ ആകെ വയലന്റ് ആവും. ഇനി നീ ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ആരാവളെന്ന് അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജിജോയുടെ മുഖത്തടിച്ചിറങ്ങിപ്പോയവൾ. അവളുടെ കൂടെ ആയിരുന്നില്ലേ ഈ കഴിഞ്ഞ ഒരാഴ്ച? പറയേ, ജിജോയുടെ ആരാവൾ? ആരുമല്ല, എല്ലാം ശ്രുതിയുടെ വെറും തോന്നല. വെറും തോന്നൽ. അങ്ങനെ തന്നെ ആവട്ടെ. എന്തോ എന്റെ മനസ്സ് പറയുന്നു ജിജോ എന്നിൽ നിന്ന് അകലുകയാണെന്ന്. എനിക്ക് പേടി തോന്നുന്നു ജിജോയുടെ ഈ മാറ്റം. എന്റെ മൗനം ശ്രുതി? അതെ, ജിജോയുടെ വുഡ് ബി. ഓ, ഞാൻ കരുതി ജിജോയുടെ ട്രൂപ്പിലെ ഒരു മെമ്പർ മാത്രമാണെന്ന്. ശ്രുതി വരൂ, ഇരിക്കൂ. ജിജോയെ എത്ര കാലമായിട്ടറിയാം? അങ്ങനെ കാലങ്ങളായൊന്നും അറിയില്ല, ഈയിടെ ഇവിടെ വെച്ച്. എനിക്ക് കുറച്ചു കാലമായിട്ടറിയാം. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും അടിമേടിക്കത്തക്ക മോശക്കാരനല്ല ജിജോ. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് നിങ്ങൾ, സോറി പേര്? സാന്ദ്ര. ആ, അന്ന് മിസ് സാന്ദ്ര. നോ, മിസ്സസ് സാന്ദ്ര സത്യനാഥ്. ഓ, ഭാര്യയാണല്ലേ. എന്നിട്ടാണോ ഇങ്ങനെ? ഭർത്താവില്ലാത്ത സമയത്തൊരു കൂട്ട്, അത് കുടുംബസ്ത്രീകൾക്ക്. ലുക്ക്, എന്നെ നീ സദാചാരം പഠിപ്പിക്കാൻ വന്നതാണോ? ഞാൻ എന്നെ കുറിച്ച് പറയാൻ വന്നതാ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള. 4 വർഷം മുൻപ് ഞങ്ങളുടെ മ്യൂസിക് കോളേജിലെ ഒരു ഫംഗ്ഷൻ വെച്ച് ഞാൻ ആദ്യമായി ജിജോയെ പരിചയപ്പെടുന്നത്. പിന്നീട് പലപ്പോഴായി പല പ്രോഗ്രാമുകളിൽ ഞങ്ങൾ പങ്കെടുത്തു. എന്റെ പാട്ടും ജിജോയുടെ സംഗീതവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ജിജോയോടുള്ള ഇഷ്ടം എന്റെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും സഹിച്ചില്ലായിരുന്നു. അവരെന്റെ വിവാഹം ഉറപ്പിച്ചു, തീയതിയും നിശ്ചയിച്ചു. വേറൊരാളുടെ ഭാര്യയാവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എല്ലാവരെയും, അച്ഛനെയും അമ്മയും ധിക്കരിച്ച് വീട് വിട്ടിറങ്ങുമ്പോ ഒരു മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ജിജോയുമൊത്ത് ഒരു ജീവിതം. ഇപ്പോ നിങ്ങളാണ് എന്നെ ജിജോയിൽ നിന്ന് അകറ്റുന്നത്. എന്തിന്? ഭർത്താവുള്ള നിങ്ങൾ എന്തിനിങ്ങനെ? നേരം പോക്കാണോ? ആണെങ്കിൽ അതിന്റെ വില എന്റെ ജീവിതമാ. ജിജോയെ നഷ്ടമായ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് ജീവിക്കണം ജിജോയോടൊപ്പം. നിങ്ങൾക്കൊരു കൂട്ട് വേണമെങ്കിൽ അതിന്റെ ജിജോയെ മാത്രം കിട്ടിയുള്ളൂ. പ്ലീസ്, എന്നെ ജീവിക്കാൻ അനുവദിച്ചൂടെ? അത്രയ്ക്ക് ഇഷ്ടമാണോ ജിജോയെ? പോയിക്കോളൂ. Baby. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156
എത്ര നേരമായി വിളിക്കുന്നു? എന്താ എന്തു പറ്റി? ഇത്രയും നേരം ഞാൻ എന്നോട് തന്നെ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കെന്ത് പറ്റി? ചന്ദ്ര, എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തിനായിരുന്നു ഇങ്ങനെയെല്ലാം? ഞാൻ എന്നെ മറന്നു, എന്റെ ഭർത്താവിനെ മറന്നു. ഇത്രയും വലിയൊരു തെറ്റ് ഞാൻ എന്തിനു ചെയ്തു? ചന്ദ്ര, ജിജോ, ഇനി എന്നെ വിളിക്കരുത്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുത്, പ്ലീസ്. എന്താ ഇതിന്റെ അർത്ഥം? പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്ന്. നോ, എനിക്കിതിന് കഴിയില്ല. ജിജോ, ജിജോ, പ്ലീസ് ജിജോ, ഗോ. നോ, സാന്ദ്രയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഉണ്ട്, ജിജോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ശ്രുതി. ശ്രുതി എങ്ങനെ അറിയാം? അറിയാം. എങ്ങനെ? അതെന്തിനാ അറിയുന്നേ? എനിക്കറിയാം. ജിജോയെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ശ്രുതി എനിക്കും സ്നേഹമാണ്, ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിൽ മാത്രം. പക്ഷെ സാന്ദ്ര അങ്ങനെയല്ല. എന്റെ എന്റെ പാടില്ലേ ജിജോ? സാന്ദ്ര ഒരു ഭാര്യയാണ്. എക്സ്പോർട്ട് ലൈസൻസിന്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും പിന്നാലെ തിരക്ക് പിടിച്ച് ഓടുമ്പോഴും എന്നെ സ്നേഹിക്കാൻ മറക്കാത്ത സത്യനാഥന്റെ ഭാര്യ. നമ്മൾ ചെയ്തതെല്ലാം വഞ്ചനയാ, ശ്രുതിയോടും സത്യനാഥനോടും. So better late than never. So let us part forever. ചന്ദ്ര, പ്ലീസ് ജിജോ, പോകൂ പ്ലീസ്. എന്റെ കുടുംബം തകർക്കരുത്. ആ പാവം ശ്രുതിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. എന്റെ ഭർത്താവ് ഇതറിഞ്ഞ പിന്നെ പ്ലീസ് ജിജോ, പോകൂ.